Hi all, welcome back to another video. In this video, I'm trying to giving you the very honest review of the financial accounting June 2026 examination. So after listening the complete video, you will feel so this is the honest review. So this is much more honest review. So you trust me, you believe me, and watch the entire video without skipping any push. Okay, അല്ലേ? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയ ഏതൊരു കുട്ടിയും ഇനീഷ്യൽ MCQസിൽ തന്നെ ലിറ്റിൽ ബിറ്റ് ഓഫ് ഹാപ്പി ആകുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഓവറോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഫ്ലിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാലും ഓൾ ദ പേജസ് വിൽ ഗിവ് യു ഹാപ്പിനെസ് ബിക്കോസ് എല്ലായിടത്തും അറിയുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ട്രൂ ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. എന്നാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒട്ടും എന്തല്ല ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അല്ല. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രത്യേകത ഇത് രണ്ടിന്റെയും ഇടയിൽ നിൽക്കും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണെന്ന് അറിയോ? ഇതൊരു ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നാണ് പറയാ. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് പഠിച്ചൊരു കുട്ടി, നല്ല ഹെവി ലെവലിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള, എസ്പെഷ്യലി മൈ HBRC FA എ ബാച്ച് ഡബിൾ എ ട്രിപ്പിൾ അങ്ങനത്തെ ഫസ്റ്റ് ഇനീഷ്യൽ ബാച്ചുകളൊക്കെ നന്നായിട്ട് പഠിച്ച കുട്ടികളാണെങ്കിലും മറ്റുള്ള ബാച്ചുകളും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫീൽ ലൈക്ക് ഇറ്റ്സ് എ സിമ്പിൾ എക്സാമിനേഷൻ തൂക്കിയിട്ടുണ്ടാവും. 100% തൂക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഓൾമോസ്റ്റ് ഒരുപാട് എന്താ പറയുക മെസ്സേജസ് നമ്മൾ ഗ്രൂപ്പിൽ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിൽ പേഴ്സണലി വരുന്നതാണ് എക്സാം തൂക്കി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഷുവർ തൂക്കിയിട്ടുണ്ടാവും. എന്നാൽ ഒരു മോഡറേറ്റ് ആൻഡ് എബോവ് ആവറേജ് പഠിച്ച കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ടഫാണെന്ന് വെച്ചാൽ ടഫ് ഒന്നല്ല, ഒരു ആവറേജ് ടു എബോവ് ആവറേജ് ഒരു 60-65% ലെവലിൽ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി നല്ല പഠിച്ച കുട്ടിയാണെങ്കിലോ നല്ല സിമ്പിൾ ആണെന്ന് പറയാനൊന്നും പറ്റില്ല. ഒരു 40-45% ടഫ്നെസ് ഉള്ള ഒരു ആവറേജിന് താഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു മോഡറേറ്റ് പഠിച്ചുകൊണ്ടിരിക്കും ആവറേജിന് തൊട്ട് മേലെ ഒരു 60% ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് മാത്രം ഫീൽ ചെയ്യാം. ഇനി ഈ ഒരു MCQസിലൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ MCQസിന്റെയും പ്രത്യേകത വളരെ സുപരിചിതമായിട്ടുള്ള MCQs ആണ്. ഇപ്പോൾ ഒരു MCQ സ്റ്റാർട്ട് നമ്പർ 1 ഏത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് അസ്യൂം ഇൻഫിനിറ്റ് ലൈഫ് ഓഫ് എൻ ഓർഗനൈസേഷൻ ക്യാൻ ബി സ്പ്ലിറ്റഡ് ഇൻ ടു സ്മോളർ പീരീഡ് ഓഫ് ഈക്വൽ ഡ്യൂറേഷൻ ഇസ് അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ്. പക്ഷേ ഇവിടെയാണ് പല കുട്ടികളും ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കാത്തത്. ഇൻഫൈനൈറ്റ് ലൈഫ് എന്നൊക്കെ കാണുമ്പോൾ നേരെ ഗോയിങ് കൺസേണിലേക്ക് പോവാം, അവിടെ ക്വസ്റ്റ്യൻ ബാക്കി വായിക്കണം. അപ്പം തന്നെ നോക്കി അങ്ങനെ ചെയ്ത ആൾക്കാർ അപ്പം തന്നെ പോട്ടൽ തുടങ്ങിയിട്ടുണ്ടാവും, അപ്പം തന്നെ മാർക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും. സോ ഞാൻ പറഞ്ഞത് ഒരു ഡേഞ്ചറസ് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ, ശ്രദ്ധ നന്നായിട്ട് വേണം. മനസ്സിലായില്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇസ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഈസി, 2 മാർക്ക് ആർക്കും സ്കോർ ചെയ്യാം. അടുത്തത് ഔട്ട്വേർഡ് ബുക്ക്, അത് വളരെ സിമ്പിൾ ആയിട്ട് ആ മാർക്ക് എന്ത് ചെയ്യുക ആർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നു. മൂന്നാമത്തെ എൻട്രി, ഈ കോൺട്രാ എൻട്രിന്റെ ഈ ഒരു പോർഷൻ ഇല്ലേ, പല ആളുകൾക്കും മിസ്റ്റേക്ക് വന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഇത്. ഇതൊക്കെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയ കുട്ടികൾക്കും, അല്ലെങ്കിൽ ക്യാഷ് ബുക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത കുട്ടികൾക്കും, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് റെക്കോർഡിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണം, അങ്ങനെ പഠിച്ചവർക്കാണ് ഇത് ചെയ്യാൻ പറ്റുക. അല്ലാത്തവർക്ക് ഇത് ചിലപ്പോൾ മിസ്സാവാൻ ചാൻസ് കൂടുതലാണ്. എന്നാൽ ഈ ഒരു ക്വസ്റ്റ്യൻ, എന്ന് പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതൊരു പക്ഷേ ഒരിക്കലും ഉണ്ടാവില്ല, ആർക്കും തെറ്റിണ്ടാവില്ല. കാരണം ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മുടെ MCQസിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ MCQ ഒന്നും ചെയ്യാതെ ആരും എക്സാമിലേക്ക് പോയിട്ടുണ്ടാവില്ല. നമ്മുടെ ഓൾ ഇൻ വൺ MCQ ഡിസ്കഷനിലുണ്ട്, നമ്മുടെ സ്റ്റഡി മെറ്റത്തെ എല്ലാ MCQ കവർ ചെയ്യുന്ന ഡിസ്കഷൻ വീഡിയോന്റെ ഫോൾഡറിൽ അതുണ്ട്. അങ്ങനെ ഓൾറെഡി എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയുന്ന ഒരു സിമ്പിൾ എന്താ പറയുക ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ക്വസ്റ്റ്യൻ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ, നമ്മുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്വസ്റ്റ്യൻ ഈസ് ഓൾസോ വെരി ഈസി ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഈ 1 2 3 4 5 ക്വസ്റ്റ്യൻസിൽ ഈ ക്യാഷ് ബുക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അത്ര നോട്ടീസബിൾ അല്ലാത്ത, ശ്രദ്ധിക്കപ്പെടാതെ തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ള ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിരുന്നു, പക്ഷെ അത് ഒരു പരിചയം വേണം. ആ പരിചയം ഇല്ലെങ്കിൽ അതെന്തായാലും മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഒന്ന് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും, രണ്ടെല്ലാവരും കിട്ടും. കാരണം സെയിൽസ് ഔട്ട്വാർഡ് ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ തന്നെ സെയിൽസിലേക്ക് പോകും. കാരണം എന്താ അറിയോ, ഔട്ട്വാർഡ് ചെയ്യുന്നത് ഒന്നുകിൽ പർച്ചേസ് റിട്ടേണോ അല്ലെങ്കിൽ സെയിൽസോ ആണ്. പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ ഒക്കെ ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ടിനൊക്കെ സംഭവങ്ങളൊക്കെ അല്ല ഇഷ്യൂ ചെയ്യുക, അല്ലാതെ ഔട്ട്വാർഡ് ഇൻവോയ്സ് അല്ലല്ലോ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ തന്നെ സെയിൽസിലേക്ക് വരാം. അപ്പോൾ ഒന്നും രണ്ടും എല്ലാവർക്കും കിട്ടി. 3 ഞാൻ പറഞ്ഞു ചില ട്രിക്കി ആയതുകൊണ്ട് ചില ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. 4 പിന്നെ ഇത് പരിചയം ഉണ്ടാവും, ഇത് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും, എന്തായാലും എക്സാമിന്റെ കുറച്ച് മുമ്പൊക്കെ ഇതൊക്കെ എന്തായാലും നോക്കിയിട്ടുണ്ടാവും. 5 വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ആർക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് പേജിൽ നിന്ന് തന്നെ 5 ക്വസ്റ്റ്യനിൽ 4 ശരിയാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി വേറെയാണ്. കാരണം ഒറ്റ പേപ്പറിൽ തന്നെ 4 ഇൻറ്റു 2 8 മാർക്ക് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടി. എങ്ങനെയുണ്ട് പരിപാടി? ഇത് കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം വാട്സാപ്പിൽ ഇതിലിട്ടോ, വീഡിയോന് താഴെ.
നേരെ താഴത്തേക്ക് വരും. ഇനി നോക്കി നോക്കട്ടാ. ഈ ഒരു ക്വസ്റ്റിന് ഈ ഒരു ക്വസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഇതൊക്കെ കാറ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു MCQസിനൊക്കെ ടീച്ചേഴ്സൊക്കെ തരും. അല്ലെങ്കിൽ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുമ്പോൾ തരും. അവിടെ മുതലുള്ള ക്വസ്റ്റിനാണ്. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ക്വസ്റ്റിനാണ്. ഈ ക്വസ്റ്റിന് എല്ലാവർക്കും ഈ 2 മാർക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അത് സിമ്പിളാണ്, പരിചയമുള്ള ക്വസ്റ്റിനാണ്. ഇനി ഇതിന് ശേഷമുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, ഇത് ട്രിക്കിയാണ്. ഇത് കുറച്ച് ട്രിക്കിയാണ്. ഇതിന്റെ സൊല്യൂഷൻ വീഡിയോ ഞാൻ വേറെ ചെയ്ത് റിവ്യൂ വീഡിയോ ഒന്ന് വേഗം അവസാനിപ്പിക്കണം. ഇത് ട്രിക്കിയാണ് ക്വസ്റ്റ്യൻ. പക്ഷേ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമിനും ഉണ്ടായി. അതായത് ഒന്ന് ശ്രദ്ധിച്ച് ഒരു കുട്ടിക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അതായത് 15,000 ജാനുവരി മുതൽ ഡിസംബർ വരെ, അപ്പോൾ 12 മാസത്തിന്. 24,000 ജാനുവരി മുതൽ ഡിസംബർ വരെ, അതും 12 മാസത്തിന്. പക്ഷെ നമ്മളെ അക്കൗണ്ടിങ് ഇയർ എങ്ങനെയാണ്? ജാനുവരി ഏപ്രിൽ മാർച്ചാണ്. ഫസ്റ്റ് എന്താണ് ഏപ്രിൽ 2025 മുതൽ 31 മാർച്ച് 2026 വരെയാണ്. അപ്പോൾ ഇതേ ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 9ഉം ഇതേ ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു എത്ര 3ഉം അല്ലെങ്കിൽ 3ഉം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക മാർക്കായിട്ടുള്ള 17,250 തന്നെ. അതായത് ഒരു ആൻസറാണ് വരിക 17,250. ഇതിലേക്കിട്ട് നമ്മൾ വരുന്നത് മനസ്സിലായില്ലേ? അപ്പോൾ ഇത് പല കുട്ടികൾക്കും തെറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് വിട്ടേക്കാണ്. പക്ഷേ പല ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം ഈ ജോയിൻ വെഞ്ചറിൻ്റെ ക്വസ്റ്റൻ അത് വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. പല കുട്ടികൾക്കും ഞാൻ M+, M-, MRC പല ആൾക്കും കാൽക്കുലേറ്റർ മാർക്ക് എന്തിനാ ഉപയോഗിക്കുന്നത് പോലും അറിയില്ല. നമ്മൾ റെക്കോർഡ് ക്ലാസ്സിന് വന്നതിന് ശേഷമാണ് പലർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത് M+, M-, MRC ഒക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ അത് ചെയ്യുക. അതൊക്കെ ഡീറ്റെയിൽ ഡിസ്കഷനിൽ കവർ ചെയ്യുന്നത്. ഇതൊക്കെ എന്തായാലും ആർക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ 2 മാർക്കും ആർക്കും കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇത് തല്ലിക്കൊല്ലും കിട്ടിയിട്ടില്ലെങ്കിൽ. കാരണം അത്രയും എളുപ്പം. എയും ബിയും സിയും 3 പാർട്ട്നേഴ്സ് 1:1:1. സി പോന്നു, സിൻ്റെത് എ എടുത്ത്. അപ്പോൾ ഈ സിൻ്റെ 1 ബി എന്താണ് എ കൊടുത്ത 1+1 2 വാവ്. അപ്പോൾ 2 മാർക്ക് ആർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം ഇത് ചില ആൾക്കാർ കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം പലരും എന്ത് ചെയ്യാറില്ല, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഒന്നും പഠിപ്പിക്കാറില്ല, അല്ലെങ്കിൽ പഠിക്കാറില്ല. അതിൻ്റെ ബേസിൽ മിസ്സായിട്ടുണ്ടാവും. പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ജസ്റ്റ് ഒന്ന് ആവറേജിന് ഒന്ന് ജസ്റ്റ് റിവേഴ്സ് അടിച്ച ഒരു എമൗണ്ട് ഇട്ട് ഡിഫറൻസ് എടുത്താൽ അത് കിട്ടും. പക്ഷേ കിട്ടിയിട്ടുണ്ടാവില്ല പല ആൾക്കാർക്കും. പിന്നെ ഇത് പോപ്പുലർ ക്വസ്റ്റൻ ആണ്. പക്ഷേ ഇതിലും എന്താ പറയുക മിസ്റ്റേക്സ് പലരും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സ്റ്റുഡൻസ് ഒരിക്കലും ഇത് മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി ഈ ഒരു 5,000 ഈ 2 മാർക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. പിന്നെ ഈ ഒരു ഷോർട്ട് ടേം ലീസ് എല്ലാവർക്കും 2 മാർക്ക് കിട്ടി. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എത്ര മാർക്ക് കിട്ടി? ഇവിടെ നമുക്ക് ഈ ഒരുപാട് ക്വസ്റ്റൻ ഉണ്ട്. 1, 2, 3, 4, 5, 6, 7 ക്വസ്റ്റൻ ഉണ്ട്. ഈ 7 ക്വസ്റ്റനിൽ 14 മാർക്ക് കിട്ടേണ്ടതാണ്. നമുക്ക് 1, 2, 3, 4, 5 5 മാർക്ക് 5 ഇൻറ്റു 2 നമുക്കൊരു 10 മാർക്ക് ഇവിടുന്ന് കിട്ടും. ഫസ്റ്റത്തെ പേജിൽ നമുക്കൊരു 8 മാർക്കും രണ്ടാമത്തെ പേജിൽ നമുക്കൊരു 10 മാർക്കും കിട്ടുന്ന രൂപത്തിലാണ് ഉള്ളത്. പിന്നെ ഇത് 2 മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, നിർത്തുക. CMA ഇന്റർവ്യൂവിൻ്റെ പഠനം നിർത്തുക. എന്നിട്ട് ഇനി പഠിക്കരുത് കേട്ടോ. അപ്പോൾ അതങ്ങനെ എന്ത് ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻസ് ഗോയിങ് കൺസേൺ കൺസൻസി അക്രൂവൽ എന്നല്ലേ ഈസിയാണ്, എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. കാരണം നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റൻ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ തന്നെ AS1ൻ്റെ ഏരിയയിൽ ഫസ്റ്റ് ക്വസ്റ്റൻ തന്നെ ഇതാണ്. അപ്പോൾ അത് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. 1, 2 ക്വസ്റ്റൻ അതാണ്. ഓക്കെ ഫൈൻ. പിന്നെ ഈ ക്വസ്റ്റിന് ഇതൊക്കെ AS നന്നായിട്ട് അറിയണം. സോ നമ്മുടെ കുട്ടികൾ എന്തായാലും ഈ ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. കാരണം അറിയാലോ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ AS ഡെപ്തിലാണ് പഠിപ്പിക്കുന്നത്. CA ലെവലിലാണ് ക്ലാസ് കൊടുത്തുള്ളത്. കിട്ടിയിട്ടില്ലെങ്കിൽ തല്ലിക്കുലിൻ്റെക്കുന്നത്. അതുകൊണ്ട് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. സോ ഈ 2 മാർക്ക് നമ്മുടെ കുട്ടികൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ നോർമലി കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ കോമൺ ആയിട്ടല്ലേ ഈ റിവ്യൂ വീഡിയോ ചെയ്യുന്നത്, HBRCക്ക് വേണ്ടി മാത്രമല്ലല്ലോ. അതുകൊണ്ട് ഇത് കിട്ടിയിട്ടുണ്ടാവില്ല, അത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഈ ഒരു ക്വസ്റ്റിന് നിങ്ങൾക്ക് എന്തായാലും കിട്ടണം. കാരണം ഇത് ഏതൊരു ഫാക്കൽറ്റിയും ആരും എവിടെയും പഠിപ്പിക്കുന്നതിന്, കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ചെയ്ത ക്വസ്റ്റൻ ആണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഓപ്ഷനും അത് തന്നെയാണ്, എല്ലാം അത് തന്നെയാണ്. സോ 2 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് MCQ 2, 2, 4 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ MCQന്ന് ഒരു കുട്ടിക്ക് നോർമലി കിട്ടുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 8ഉം 10ഉം 18, 18ഉം 4ഉം 22 മാർക്ക്. 22 മാർക്ക് കിട്ടുക. 22 മാർക്ക് എന്ന് പറഞ്ഞാൽ 11 MCQs എന്തായി ഒരു കുട്ടിൻ്റെ ശരിയായി. 11 MCQ ശരിയായി, 4 MCQ തെറ്റായി. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാറ്റഗറി വരുന്ന കുട്ടികളെ നോക്കി നോക്കുക. എങ്ങനെ 11 MCQ ശരിയായിട്ട് 4 MCQ തെറ്റാവുന്ന 22 മാർക്ക് കിട്ടുന്ന ഒരു കുട്ടിയെ നോക്കി. നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. കാരണം 22 മാർക്ക് MCQs കിട്ടുന്ന കഴിഞ്ഞാൽ പാസ്സാവുന്നതിൻ്റെ പകുതിയുടെ മേലെ മാർക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ സൂപ്പർ ആയിരിക്കും. പിന്നെ ഇത് ക്വസ്റ്റ്യൻ എന്ത് നമ്മുടെ 2A 2A ഒരു ഡിപ്രിസിയേഷൻ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നത് ഇത് എല്ലാ കുട്ടികൾക്കും ഈ 7 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് അറിയോ, ഇത് നമ്മളുടെ സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ FAയിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റഡി മെറ്റീരിയലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രിസിയേഷൻ ആവും. എടുത്തപ്പോൾ തന്നെ കിട്ടി. ഡിപ്രിസിയേഷൻ്റെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയുള്ള ഒരു സിമ്പിൾ കുട്ടി ക്വസ്റ്റ്യൻ, എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു സിമ്പിൾ കുട്ടി ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ എന്താണ്, ഓൾറെഡി നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉള്ളതാ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായോ? തന്നെയല്ലേ. 66,000 ഇങ്ങോട്ട് വന്ന് നോക്കാം. കണ്ട ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ 66,000, 5,000 ഷിപ്പിംഗ് ചാർജ്, 5,000 ഷിപ്പിംഗ് ചാർജ്, 7,000 രൂപ ഇമ്പോർട്ട് ഡ്യൂട്ടി, 7,000 രൂപ ഇമ്പോർട്ട് ഡ്യൂട്ടി, പിന്നെ ഒരു 1,000 രൂപ ക്യാരേജ് ആൻഡ് ഇൻസ്റ്റലേഷൻ, 1,000 ക്യാരേജ് ഇൻസ്റ്റലേഷൻ, 500 കണ്ട 500 അത് കണ്ട സിമ്പിൾ ക്വസ്റ്റ്യൻ കണ്ട. ടെക്സ്റ്റ് ബുക്കത്തെ സെയിം ക്വസ്റ്റ്യൻ കണ്ടില്ലേ? ടെക്സ്റ്റ് ബുക്ക് സെയിം ക്വസ്റ്റ്യൻ. അതൊക്കെ എന്തായാലും എല്ലാവരും പ്രാക്ടീസ് ഉണ്ടാവും. ഞങ്ങളുടെ ഏത് അത്രയും പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻ. സോ ഡെഫിനറ്റ്ലി കിട്ടിയിട്ടുണ്ടാവും. പിന്നെ കുറച്ച് ചെയ്യാനുള്ളൂ. സിമ്പിൾ കുട്ടി ക്വസ്റ്റ്യൻ ആയും ചെയ്ത്. അപ്പോൾ ഈ 7 മാർക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് ആരും മിസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ.
പിന്നെ അടുത്തത് ഇതാണ് നമ്മുടെ റെക്ടിഫിക്കേഷന്റെ ക്വസ്റ്റൻ ആണ്. സസ്പെൻസ് അക്കൗണ്ടിനെ കട്ടൗട്ട് ചെയ്യുന്നത്. ഈ ക്വസ്റ്റൻ ഒക്കെ ക്ലാസ്സിൽ എല്ലാവരും ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ വളരെ പോപ്പുലർ ആണ്, വളരെ ഫെമിലിയർ ആണ്. പിന്നെ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നല്ല കുട്ടി അഡ്ജസ്റ്റ്മെന്റ് ആണ്, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. പിന്നെ പല ആൾക്കാരും റെക്ടിഫിക്കേഷൻ ഒന്നും സ്ട്രോങ് അല്ല. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ റെക്ടിഫിക്കേഷൻ ക്ലാസ് നല്ല ഡീറ്റെയിൽഡ് സി എ ഫൗണ്ടേഷൻ വെച്ചിട്ട് നല്ല ഡീറ്റെയിൽ ലേണിംഗ് ആണ്. നിങ്ങൾ അങ്ങനെ ചെയ്തോന്ന് അറിയില്ല. ബട്ട് ഞാൻ ഇതിനെ ഒരു ആവറേജ് കുട്ടിക്ക് കിട്ടുന്ന ഒരു മാർക്ക് ഇട്ട് ചവിട്ടി കൂട്ടാൻ പോവാണ്. ഒരു 4 മാർക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും പിടിക്കുന്നത്. അത് മതി, ബാക്കി പോട്ടൽ ലെവലിൽ പിടിക്കുന്നത്. നീ ഡീറ്റെയിൽ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് ഇതിന് ആൻസർ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഇത് ഞാൻ വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ അറിയോ, ഞാൻ തന്നെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോപ്പ് യു ഓൾ നോ നമ്മളുടെ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫോക്കസ് ഏരിയയിൽ ഞാൻ എന്താണ് പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3A എന്ന് പറഞ്ഞാൽ ഇൻ്റെ എന്താ പറയുക, സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞ് ശരിക്കും കൺസൈൻമെന്റ് ചെയ്തു. ഞാൻ കൺസൈൻമെന്റ് ആണ് വിചാരിച്ചത്. കൺസൈൻമെന്റ് ആണ് വരിക എന്നാണ്, ബില്ലല്ല കൺസൈൻമെന്റ് ആണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ആ വീഡിയോയിൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞത് കൺസൈൻമെന്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ ചെക്ക് ഔട്ട് ചെയ്യാം. പക്ഷേ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇഫ് അത് കൺസൈൻമെന്റ് അല്ല, അത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് എന്നുണ്ടെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ അക്കോമഡേഷൻ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതും അത് രാംരത്തന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞത് തള്ളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല. എങ്ങനെ പറഞ്ഞാലും ഒരു 15 ദിവസമോ 10 ദിവസം മുമ്പാണ്. അപ്പോൾ 15 ദിവസം 10 ദിവസം മുമ്പ് പോയിട്ട് എനിക്ക് ടൈം ട്രാവൽ ചെയ്ത് പോയി എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പോയി നോക്കിക്കോളി, അവിടെ കാണാം. രത്തന്റെ ക്വസ്റ്റ്യൻ നോക്കിക്കോളിട്ട് ആ രത്തന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് പറയുന്നത് എക്സാക്ട്ലി രത്തന്റെ ക്വസ്റ്റ്യൻ അതേപോലെ ഡിറ്റോ ഡിറ്റോ അടിച്ചിട്ട് വരുന്നു. അത് ചെയ്യാൻ ഞാൻ മേജിക് എല്ലാം കാണിച്ചു. അവിടെ ഞാനൊരു ടെക്നിക്കാണ് യൂസ് ചെയ്ത്. അത് അടുത്ത എക്സാമിൻ്റെ റെക്കോർഡ് ക്ലാസ് ഒക്കെ വാങ്ങിയിട്ട് വരും. ആ സമയത്ത് നമുക്ക് നോക്കാം. ഇപ്പം എല്ലാ അറ്റംപ്റ്റിലും, ഇപ്പം എല്ലാ ലാസ്റ്റ് നടന്നിട്ടുള്ള എല്ലാ അറ്റംപ്റ്റിലും എന്താണോ പറയുന്നത് അത് അതേപോലെ ഡിറ്റോ ഡിറ്റോ വന്നിട്ടുണ്ട്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ ആ വീഡിയോ ഞാൻ പറയുന്നുണ്ട്, അത് നമ്മളുടെ എന്താ പറയുക കഴിവോ അതൊന്നുമല്ല, ഇത് ഓൾമൈറ്റി ബ്ലസ് ചെയ്താണ്. സോ ഐ ആം സോ ബ്ലസ്ഡ്. അത് ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത്ര മാത്രമല്ല. അതിൻ്റെ പോലും ബാക്കിൽ കഴിവുകളോ കാര്യമൊന്നുമില്ല. നമുക്ക് അങ്ങനത്തെ കഴിവുകളോ പ്രിവിലേജോ വേണ്ട. കാരണം പറഞ്ഞ പോലെ വരില്ല. കാരണം ഞാൻ പറഞ്ഞ കൺസൈൻമെന്റാണ്, പക്ഷെ വന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. പക്ഷെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് വന്നാൽ അത് രാം റഹീം അല്ല രാം രത്തൻ ക്വസ്റ്റൻ ആയിരിക്കും എന്നുള്ളത് പിൻ പോയിന്റ്. പക്ഷെ നമ്മൾ തന്നെ ഞാൻ തന്നെ അവിടെ പറഞ്ഞ പലവും എന്ത് ചെയ്ത് തെറ്റുന്നുണ്ട്. അത് വേറെ കാര്യം കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞത് ബ്ലസ്സിംഗ് ആണ്. അപ്പം അങ്ങനെ വിട്ടേക്ക്. അപ്പം അത് പോയി. അപ്പോൾ ഈ 7 മാർക്ക് ഡെഫിനറ്റ്ലി അത് കിട്ടിയിട്ടുണ്ടാവും. കാരണം ഈ ഒരു ക്വസ്റ്റിനെ സംബന്ധിച്ചോളം രാമിന്റെ ബുക്കിൽ മാത്രമേ എൻട്രി എഴുതാനുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാമിന്റെ ബുക്കിൽ എൻട്രി ചെയ്താൽ ഒരു ബില്ല് കിട്ടുന്ന എൻട്രി, ആ ബില്ല് ബാങ്കിൽ പോയി ഡിസ്കൗണ്ട് ചെയ്യുക, കുറച്ച് പൈസ അങ്ങോട്ട് ഷെയർ ചെയ്യുന്ന എൻട്രി, അടുത്തൊരു ബില്ല് എന്ത് ചെയ്യുക സൈൻ ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുന്ന എൻട്രി, ആ ബില്ല് ഡിസോണർ ആവുന്നതിൻ്റെ എൻട്രി, അല്ല പൈസ റിസീവ് ചെയ്യുന്ന എൻട്രി, ആ ബില്ല് ഡിസോണർ ആവുന്നതിൻ്റെ എൻട്രി, പിന്നെ ഡെഫിഷ്യൻസിൻ്റെ എൻട്രി, അല്ലെങ്കിൽ എന്താ പറയുക ബാഡ് ആപ്പിൻ്റെ എൻട്രി. ഇത്ര നമുക്ക് ചെയ്യാൻ ആവശ്യമുള്ളൂ. ഇതാണ് നമ്മുടെ ടോപ്പിക്. സിമ്പിൾ പരിപാടി. 7 മാർക്സ് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ആരും മിസ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ ഇത് ക്വസ്റ്റ്യൻ ചതിച്ചു എന്ന് പറഞ്ഞാൽ പറ്റ ചതിച്ചു. പിന്നെ ഒരു പ്രൊഫഷണൽ എക്സാം അല്ലേ പോട്ടടാ, അങ്ങനെയൊക്കെ പറയാം. കാരണം ഇത് നമ്മൾ ഒരു ഹയർ പർച്ചേസിൽ പൊതുവെ ഈവൻ ഞാൻ പോലും എന്ത് ചെയ്യാറില്ല, ഈ ഹയർ പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ട് അങ്ങോട്ട് പോവാറില്ല. കാരണം ഒന്നാമത് കോൺസെപ്ച്വലി വിഡ്രോ ചെയ്ത കോൺസെപ്റ്റുകളാണ്. അതായത് അങ്ങനത്തെ കോൺസെപ്റ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഹയർ പർച്ചേസിൽ. നമ്മളിപ്പോൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനം, ഈ ഹയർ പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ട്, ഡെറ്റ് സിസ്റ്റം, സ്റ്റോക്ക് ആൻഡ് ഫൈനൽ അക്കൗണ്ട് മെത്തേഡ്, ആ സിസ്റ്റം ഡിമോളിഷ് ചെയ്തിട്ട് വർഷങ്ങളായി. ആ സിസ്റ്റം ഡിമോളിഷ്ഡ് ആണ്. ആ സിസ്റ്റം പ്രാക്ടിക്കൽ ലൈഫിൽ ആരും ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ഉപയോഗിക്കാത്ത സാധനം പിന്നെ എന്തിന് പഠിപ്പിക്കുന്നു ലെവലിൽ ഈ സാധനം പൊതുവെ ഞാൻ ടച്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഈ മാർക്ക് എൻ്റെ ഒരു കുട്ടിക്ക് പോലും കിട്ടിയിട്ടുണ്ടാവില്ല. അവരായിട്ട് എന്തെങ്കിലും എഫേർട്ട് പുട്ട് ചെയ്ത് പഠിച്ചെങ്കിൽ ഉണ്ടാവുള്ളൂ. പറഞ്ഞാൽ പൊതുവെ ഉണ്ടാവില്ല. പിന്നെ എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് ആണ് ചോദിച്ചത്. നമ്മളിപ്പം ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ആ ലെവലിൽ നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത് അതിലോട്ട് തട്ടിക്കൂട്ടിയാൽ എന്തെങ്കിലും മാർക്ക് കിട്ടും. അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ആർക്കും അത്ര കണ്ട് സെറ്റപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. മുമ്പോട്ടേക്ക് പോകാം. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിലിങ്ങനെ കറക്റ്റ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യും. ഇത് എവിടെ വരിക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ഇത് ബാലൻസ് ഷീറ്റ്, ഇത് ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റ്, ഓപ്പണിംഗ് എസ് ഒ എ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ഇൻകം ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്യുന്നു. പിന്നെ ഇതൊക്കെ ഇങ്ങനെ വായിക്കുന്നു. സ്റ്റാർ മാർക്ക്, പിക്ക് ഡ്രോപ്പ്, നമ്മുടെ പിക്കിംഗ് ഡ്രോപ്പിംഗ് സിസ്റ്റം വഴി ഈ 7 മാർക്ക് ആർക്കും കിട്ടും. അതിനുശേഷം നമ്മളുടെ ക്വസ്റ്റ്യൻ, വാട്ട് എ ക്വസ്റ്റ്യൻ. ഈ ബി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? HBRC റെക്കോർഡ് ക്ലാസ് വാങ്ങിയ കുട്ടികളാണെങ്കിൽ, എൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, എൻ്റെ പ്രിൻ്റ് ഔട്ടിലെ, എൻ്റെ ഇൻകംപ്ലീറ്റ് റെക്കോർഡിൻ്റെ പ്രിൻ്റ് ഔട്ടിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ കണ്ടോക്കൂ. അവസാനത്തെ ക്വസ്റ്റ്യൻ, എൻ്റെ പ്രിൻ്റ് ഔട്ടത്തെ ക്വസ്റ്റ്യൻ, അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കി വെച്ചോളൂ. ഈ ക്വസ്റ്റ്യൻ നോക്കി വെച്ചോളി. കണ്ട, ടോണി ഫാർമ. അവിടെ ടോണി ഫാർമയാണെന്ന് എനിക്കറിയില്ല. ആ പേര് മാറ്റി കണ്ട, പേര് മാറ്റി. പക്ഷെ ക്വസ്റ്റ്യൻ അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. 12 ലക്ഷം ടാലി ആവുന്നു. 3.5 ലക്ഷം ക്യാഷ് ആൻഡ് ബാങ്ക്, ഫിക്സസ് 4 ലക്ഷം രൂപ. കണ്ടോളി മക്കളെ, കണ്ട പക്ക. അത് ഇതിപ്പോ ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയൊന്നുമല്ല. അതാ പഴയ ഉപയോഗിക്കുന്ന ഇൻകംപ്ലീറ്റ് റെക്കോർഡ് എന്റെ പ്രിന്റ് ഔട്ടാ. കണ്ട, അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്. ഇത് ഡേറ്റ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ കാണാം. ഓഗസ്റ്റ് 2024 മുതൽ ഞാൻ ഫോളോ ചെയ്യുന്ന സാധനം. ഓഗസ്റ്റ് 2024 വരെ, അല്ല ഏപ്രിൽ 20 മുതൽ 24 മുതൽ. കണ്ട, ഈ സെയിം ക്വസ്റ്റ്യൻ കേട്ടോ. നിങ്ങൾക്ക് ഇത് കാണണമെങ്കിൽ ഇതാ
അതാ ഈ ഒരു ക്വസ്റ്റ്യൻ ദാ ഇവിടെ താഴത്ത് കാണാം. കണ്ടാ ആ സിസ്റ്റം കണ്ടോ ട്ടോ. 14, 10, 1, 10 എന്നൊക്കെ പറഞ്ഞ സാധനമില്ലേ? സെയിം ക്വസ്റ്റ്യൻ ആണ് ഇവിടെയും വരുന്നത്. കണ്ടാ? 7 മാർക്കിന്. പക്ഷെ ഇത് ചെയ്ത് നോക്കിക്കണോന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഭയങ്കര മാറ്ററാ. കാരണം കുട്ടികള് ഇതൊക്കെ ചെയ്ത് പഠിച്ചിക്കണോന്നാണ്. കാരണം ഓൾറെഡി നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഇതൊക്കെ ഉള്ളതിന്റെ കൂടുതൽ ഇത് നിങ്ങൾ ചെയ്ത് പഠിച്ചിക്കോ എന്നുള്ള വലിയ മാറ്റർ. പക്ഷെ ഓഫ്‌ലൈനിലൊക്കെ മെജോറിറ്റി ക്ലാസ് റൂമിലും ഓഫ്‌ലൈനിൽ പോലും മെജോറിറ്റി ക്ലാസ് റൂമിൽ ഞാൻ ക്ലാസ് തന്നെ ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഡെഫിനൈറ്റ്ലി നിങ്ങളിത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ വലിയ മാർക്ക് ഇടുന്നില്ല. ഞാൻ ഒരു 3 മാർക്കേ പിടിക്കുന്നുള്ളൂ. ചവിട്ടി വിട്ട് പിടിച്ച് നോക്കാം. ഒരു 3 മാർക്ക് കിട്ടുന്ന പോലെ വെക്കണ്. ഇപ്പോൾ ആൾക്കാർ ചെയ്തിട്ടില്ല എന്ന് വെറുതെ വിശ്വസിക്കുക. പോട്ടെ പുല്ല്. ഓക്കെ. ശേഷം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളുടെ പാർട്ണർഷിപ്പിന്റെ ക്വസ്റ്റ്യൻ. ഈ ഒരു പാർട്ണർഷിപ്പിന്റെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത പാർട്ണർഷിപ്പിന്റെ ക്വസ്റ്റ്യൻ അഗെയിൻ സ്റ്റഡി മെറ്റീരിയൽ വന്ന് സ്റ്റഡി മെറ്റീരിയലിലേക്ക് പോയിട്ട് ഇതാണ് പ്രത്യേകത എന്താ അറിയോ? നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ നന്നായിട്ട് പഠിക്കണം. കാരണം സ്റ്റഡി മെറ്റീരിയലാണ് ഒരു 50-55% ക്വസ്റ്റ്യൻസ് വരുന്നത് സ്റ്റഡി മെറ്റീരിയലിനാണ്. നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ വിട്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മളെ കയ്യിൽ നിന്ന് പണി കിട്ടുന്നത്. ഞാൻ ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഈ ക്വസ്റ്റ്യൻ എവിടെടാ? തപ്പിപ്പിടിക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇലിസ്ട്രേഷൻ നമ്പർ ഐ എം നോട്ട് റിമെമ്പറിങ്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒന്നുമില്ല. രണ്ടല്ല. പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒക്കെ മുമ്പാണ് ഈ ഏരിയ വരുന്നത് ഈ ക്വസ്റ്റ്യൻ. പക്ഷെ പ്രശ്നം എന്താ പറയുക? ഡിറ്റോക്ക് ഡിറ്റോടാ. അതാണ് സങ്കടം. ഡിറ്റോക്ക് ഡിറ്റോ ഇതാണോ? 28 അല്ല, 27 അല്ല, 26 അല്ല. ജനം 20 ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. കണ്ടാ? ഇതാണ് ക്വസ്റ്റ്യൻ. എക്സ് വൈ സെഡ് സെയിം സാധനം കേട്ടോ. നിങ്ങൾക്ക് ഇത് കാണണമെങ്കിൽ ഈ സറണ്ടർ കുറച്ച് കാര്യങ്ങൾ ഓർക്കാം. അറ്റ് സറണ്ടർ വാല്യൂ, ഇത് റിസർവ്, ഈ പ്രൊവിഷന് ഇതൊക്കെ കണ്ടാൽ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ഓർക്കാൻ പറ്റും. ഈ ഫ്ലക്ച്വേഷൻ ഫണ്ട് കണ്ടാ? സ്റ്റഡി മെറ്റീരിയൽ എക്സാക്ട് ക്വസ്റ്റ്യൻ കണ്ടാ? സ്റ്റഡി മെറ്റീരിയൽ എക്സാക്ട് ക്വസ്റ്റ്യൻ. ലൈനിൽ പോലും വ്യത്യാസമില്ല. ലൈനിൽ പോലും വ്യത്യാസമില്ലാത്ത സ്റ്റഡി മെറ്റീരിയൽ എക്സാക്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് ഈ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഒരു ബ്യൂട്ടി. നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ നന്നായിട്ട് പഠിക്കണം. സ്റ്റഡി മെറ്റീരിയൽ. കാരണം സ്റ്റഡി മെറ്റീരിയൽ എക്സാക്ട് ക്വസ്റ്റ്യൻ. അതും നമുക്ക് എത്ര മാർക്കാന്ന് അറിയോ? 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഞാൻ പറയുന്നു നമുക്കൊരു 14 മാർക്കൊന്നും കിട്ടുന്നില്ല. നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ കുറേ എഴുതി ലാസ്റ്റ് ഒന്നും ആയില്ല. ആകെ കൂടെ തട്ടിക്കൂട്ടി കിട്ടുന്നത് കിട്ടി. ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഒരു 6 മാർക്ക് കിട്ടുന്നു. മതി. 6 മാർക്ക് വലിയ മാർക്കല്ലേ? അതന്നെ വലിയ കിട്ടല്. മനസ്സിലായില്ലേ? എന്താ സാർ 6 14 മാർക്കല്ലേ സാർ? എന്താ 6 എഴുതി? നമുക്ക് ഡിസ്മാൻഡ്ലിംഗ് ഓഫ് ബാലൻസ് ഷീറ്റ് ഇല്ലേ? ഇതൊക്കെ കോപ്പി ഇങ്ങോട്ട്, അത് കോപ്പി ഇങ്ങോട്ട്, അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ കിട്ടുമോ സാറേ? നമുക്ക് കിട്ടൂടാ. പക്ഷെ എന്താ അറിയോ? ഔട്ടർ ലെയർ ഒന്നും സെറ്റ് ആവാതെ ഒരു മാമാര് നമുക്ക് പകുതി മാർക്ക് തരാം. അതുകൊണ്ടാണ് ഈ പകുതിൻ്റെയും താഴത്തേക്ക് ചവിട്ടി പിടിച്ചിട്ടത് 6 മാർക്ക് കേട്ടോ. മുമ്പോട്ടേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഇതും കണ്ടോ? സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ. സ്റ്റഡി മെറ്റീരിയൽ ഗ്രീൻ ലിമിറ്റഡ് വിത്ത് എച്ച് ഒ എന്താണ്? പറ്റ്ന 20% ലിസ്റ്റ് പ്രൈസ്. എൻ്റെ മക്കളെ ഇതാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ബ്യൂട്ടി. നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ പഠിക്കാതിരിക്കരുത്. ബ്രാഞ്ച് അക്കൗണ്ടിങ്, ലിസ്റ്റ് പ്രൈസ് ഇതൊക്കെ സ്റ്റഡി മെറ്റീരിയൽ കവർ ചെയ്ത കുട്ടി. ഇതൊക്കെ നല്ല ഇതൊക്കെ പഠിച്ചാണ്ട് പോയി കഴിഞ്ഞാൽ അത് അതേപോലെ ഇതാണോ ക്വസ്റ്റ്യൻ? ഇതാണോ? അല്ല. പോട്ടെ. ലിസ്റ്റ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ കാണാം. ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ. കോസ്റ്റ് പ്ലസ് ആടാണ്ട് പോണ്ടാണ്ട്. ഫസ്റ്റ് തന്നെ. അതല്ല. ലിസ്റ്റ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? ഒന്നല്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്തായാലും നമ്മളെ സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൽ നമുക്ക് ഒരിക്കലും വിട്ടു തരാൻ പറ്റില്ല. ബിക്കോസ് ക്വസ്റ്റ്യൻ നമ്പർ ഐ എം നോട്ട് റിമെമ്പറിങ്. ഞാനത് പ്ലാൻഡ് ഇതാണ് ക്വസ്റ്റ്യൻ. എന്താ? ഗ്രീൻ ലിമിറ്റഡ് വിത്ത് ദർ എച്ച് ഒ കൊൽക്കത്ത ഇൻവോയ്സ് ടു പട്ന ബ്രാഞ്ച് 20% ലെസ് ദാൻ. ഇതൊക്കെ ക്ലാസ് റൂമിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ വീഡിയോ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അവൈലബിൾ ആണ്. നോക്കി ക്വസ്റ്റ്യൻ ഈ 2 അക്കൗണ്ട് വരച്ചാൽ കിട്ടും ആ മാർക്ക്. 2 അക്കൗണ്ടിനൊക്കെ ഒന്ന് മാർക്ക് കിട്ടുന്നു 7 മാർക്ക്. ഇതൊന്നും ഒരു തരി മാർക്ക് ഞാൻ വിട്ടുതരില്ല. ഇത് നിങ്ങൾക്ക് 7 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ വേണ്ട 5 മാർക്ക് പിടിക്കുക. അതും കിട്ടുമല്ലോ. എന്തായാലും കിട്ടുമല്ലോ. ഫൈൻ. ഇനി അടുത്തത് ലോസ് ഓഫ് സ്റ്റോക്ക്. സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ. പേര് നോക്കണം. ബൾഡുക്യ. അങ്ങനെ വേറെന്തോ ആയിക്കോട്ടെ. എന്ത് പേര്? സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ. സ്റ്റഡി മെറ്റീരിയൽ എല്ലാം സ്റ്റഡി മെറ്റീരിയൽ. അതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഇത്ര ഈസി ആക്കുന്നത്. നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ വിട്ട് പുറത്ത് പോയി പഠിച്ച കുട്ടികളാണോ? നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതേപോലെ തന്നെ കുറേ പരിപാടീസ് ഉണ്ട്. പൊട്ട പരിപാടീസ്. നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ വിട്ട് കണ്ട് ഇരിക്കുന്ന ഇടം എന്ത് ചെയ്യുക? അതിൻ്റെ താഴത്തുനിന്ന് മണ്ണൊലിച്ച് പോകുന്നത് ശ്രദ്ധിക്കാതെ അനാവശ്യ സ്ഥലങ്ങളിലേക്കുള്ള ഓട്ടം ചാട്ടം പഠനം അങ്ങനത്തെ പരിപാടിയുള്ള ആൾക്കാർക്കൊക്കെ നല്ല പണി, 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ടാവും. അതേസമയത്ത് സ്റ്റഡി മെറ്റീരിയലിനെ ട്രസ്റ്റ് ചെയ്ത് വിശ്വസിച്ച് മാക്സിമം സ്റ്റഡി മെറ്റീരിയലൊക്കെ നന്നായിട്ട് പഠിച്ചൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം
എവിടെയും പോകില്ല മാർക്ക്, എവിടെയും പോകില്ല. ആ ലോസ് ഓഫ് സ്റ്റോക്ക് ആ ക്വസ്റ്റ്യൻ കണ്ട് കാണിച്ചാണ് തരാം. ഡിറ്റോക്ക് ഡിറ്റോ ക്വസ്റ്റ്യൻ. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ സാർ, ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. കണ്ട, ഇതാണ് ക്വസ്റ്റ്യൻ. കണ്ടാ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ 5000 വട്ടം. ഇതൊരു പൊട്ട ക്വസ്റ്റ്യനാ, പൊട്ട ക്വസ്റ്റ്യൻ. ഞാൻ ക്ലാസ്സിൽ 10,000 വട്ടം പറയുന്നുണ്ട് ഇത് പൊട്ട ക്വസ്റ്റ്യനാണ്, ഇതൊരു പൊട്ട ക്വസ്റ്റ്യനാണ്, പൊട്ട ക്വസ്റ്റ്യനാണ്. ഇത് കോൺസെപ്ച്വലി റോങ്നെസ് ഇതിനുള്ളിലുണ്ട്. പക്ഷെ എത്ര കോൺസെപ്റ്റിൽ റോങ്നെസ് ഉണ്ടായിക്കോട്ടെ, നിങ്ങളിത് പഠിക്കണം. നിങ്ങൾ എക്സാമിന് വന്നാൽ ഇതേപോലെ എഴുതണം എന്ന് ഞാൻ ആ റെക്കോർഡ് ക്ലാസ്സിൻ്റെ വീഡിയോൻ്റെ ഉള്ളിൽ പറയാനുള്ള കാരണം എന്താ അറിയോ? ഈ ക്വസ്റ്റ്യൻ കോൺസെപ്ച്വലി റോങ് ഉണ്ടായിട്ട് ഞങ്ങൾ മെയിൽ അയച്ചിന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത് ശരിയാക്കാനായിട്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതുവരെ ശരിയാക്കിയില്ല. അപ്പോൾ നമ്മൾ കാണാത്ത എന്തോ ശരിയായിട്ടുള്ള ഇവർ കണ്ടുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരിയാക്കാൻ താല്പര്യമില്ല എന്നുള്ള മട്ടില്ല ഇൻസ്റ്റിറ്റ്യൂട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഈ ക്വസ്റ്റിനോട് കുറച്ച് ഫേവറേഴ്സ് ഉണ്ട്, കുറച്ച് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ഈ മുഹബത്ത് അവർ ക്വസ്റ്റ്യൻ ചോദിക്കും എക്സാമിന്. അതുകൊണ്ട് അപ്കമിങ് എക്സാമിന് വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾ പഠിച്ചു വെക്കണം എന്ന് റെക്കോർഡ് ക്ലാസ് വീടിന് ഉള്ളിൽ തന്നെ പറയുന്നുണ്ട്. ഈ പൊട്ട സാധനം പൊട്ടയാണ്, പക്ഷേ വിട്ടേക്കരുതാന്ന് പറഞ്ഞിട്ട് ഹോംവർക്കിൽ കൃത്യമായിട്ട് തരുന്നുണ്ട്. ആ വർക്ക് അതേപോലെ ചെയ്ത് ആൻസർ കിട്ടിയ ആൾക്കാരുണ്ട്. സെയിം ആൻസർ കിട്ടും നമ്മൾ ചെയ്യുന്ന ഈ പാറ്റേണിലാവില്ല. എക്സാക്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, എക്സാക്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ഓഫ് കോഴ്സ് ഈ 7 മാർക്ക് നമ്മൾ കട്ട് ചെയ്യുന്നില്ല, കാരണം എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. കാരണം ഈ ക്വസ്റ്റ്യൻ എന്താ പറയുക, ഡൗട്ട് ചോദിച്ച് സെറ്റാക്കി ക്വസ്റ്റ്യൻ അതുകൊണ്ട് അവിടെ എന്തായാലും കിട്ടും. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. AS10 ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഒന്ന് വായിച്ചിട്ടാകുമ്പോൾ നമുക്ക് പ്രാന്താവും. ഞാൻ 1 മാർക്ക് ഇടുന്നുള്ളതിന്. പിന്നെ നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇത് ഭാഗ്യം ക്വസ്റ്റ്യൻ. സ്റ്റഡി മെറ്റീരിയൽ, സെഡ് ലിമിറ്റഡ് ഈസ് ആൻ ഇ കൊമേഴ്സ് ഫേം. സെഡ് ലിമിറ്റഡ് ഈസ് ആൻ ഇ കൊമേഴ്സ് ഫേം. മക്കളെ, നിങ്ങളെ സ്റ്റഡി മെറ്റീരിയൽ വിട്ട് കളിക്കരുത്. സ്റ്റഡി മെറ്റീരിയൽ വിട്ട് പുറത്തേക്ക് പോകരുതിട്ടോ ആരും. സ്റ്റഡി മെറ്റീരിയൽ വിട്ട് പോകരുതിട്ടോ. പല സ്റ്റുഡൻസും മെയിൻ മിസ്റ്റേക്സ് എന്താ പറയുക, സ്റ്റഡി മെറ്റീരിയൽ കവർ ചെയ്യില്ല. അവരവരുടെ ഫാക്കൽറ്റിൻ്റെ ബുക്ക് മാത്രമാണ് കവർ ചെയ്യും. എന്ത് ഫാക്കൽറ്റി, സ്റ്റഡി മെറ്റീരിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെക്കാട്ടി വലുതല്ലോ ഫാക്കൽറ്റി. ഇൻസ്റ്റിറ്റ്യൂട്ടിനെക്കാട്ടി വലുതല്ല ഇവിടെ ഒരു ഫാക്കൽറ്റീസ്. അങ്ങനത്തെ ഫാക്കൽറ്റീസ് കേരളത്തിലുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇൻസ്റ്റിറ്റ്യൂട്ടിനെക്കാട്ടി വലുതല്ല ഇവിടെ ആരും. ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ കിങ്. നിങ്ങൾ പഠിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നല്ലേ, ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ കിങ്. അതിൻ്റെ താഴത്തേക്കല്ലേ നമ്മളെല്ലാവരും വരുള്ളൂ. ഞാനൊക്കെ അതിൻ്റെ താഴത്താടോ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ താഴത്താണ് നമ്മൾ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേലേക്കല്ല. നമ്മളെ പരിപാടി എന്താ അറിയോ, നമുക്കൊരു PDF ഉണ്ട്, അതിൽ സ്റ്റഡി മെറ്റീരിയൽ കവർ ചെയ്യും, പുറത്തുനിന്ന് കവർ ചെയ്യും, ഒക്കെ കവർ ചെയ്യും. അത് തന്നെയാണ് എക്സാം, അതാണ് എക്സാം. അതിൻ്റെ മേലേക്ക് ഇനി എക്സാമിന് വരാൻ പറ്റൂല, അതാണ് എക്സാം. അതിൻ്റെ മേലേക്ക് എക്സാമിന് വരാൻ പറ്റില്ല എന്ന് ഇതുവരെയുള്ള കോൺഫിഡൻസ് കിട്ടും. നാളെ ഞാൻ പൊട്ടിക്കഴിഞ്ഞാൽ മാറ്റി പറയേണ്ടി വരും. പക്ഷെ ഇതുവരെയുള്ള കോൺഫിഡൻസിൽ അത് തകർക്കാൻ ഒരു കുട്ടിക്ക് ഇന്നുവരെ പറ്റിയിട്ട് അത് തകർക്കാൻ പറ്റില്ല. ആ രൂപത്തിലുള്ള വർക്ക് വീട്ടിൽ പോയിട്ട് എടുത്ത് വർക്ക് ചെയ്ത് പഠിച്ചിട്ട് വരും. വേണ്ട സെഡ് ലിമിറ്റഡ് ഇ കൊമേഴ്സ് ഫേം സെയിം ക്വസ്റ്റ്യൻ, ഡിറ്റോ ഡിറ്റോ. ഇതൊക്കെ ഡീറ്റെയിൽ ഡിസ്കഷനാണ്. ഇതൊക്കെ ഡീറ്റെയിൽ ഡിസ്കഷൻ, ഇതിൻ്റെയൊക്കെ ഡ്രാഫ്റ്റിംഗ് പഠിപ്പിക്കേണ്ട പറയാം. എന്ത് രസമാണെന്ന് അറിയോ? ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം, ആസ് പെർ AS11 accounting for foreign transactions are to be recorded at the rate prevailing on the rate of transaction, at the monetary at the എന്താണ് ക്ലോസിംഗ് ഡേറ്റ്. മോണിറ്ററി ഐറ്റം ഷാൽ ബി രജിസ്റ്റേർഡ് ബൈ യൂസിങ് ക്ലോസിംഗ് റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടി കൂട്ടുന്നുണ്ട് ഡിസ്കഷൻസും സാറ്റപ്പ് പരിപാടീസ്. 7 മാർക്ക് നിങ്ങൾ കളഞ്ഞാൽ തല്ലിക്കൊല്ലും. അതിൻ്റെ പരിപാടി 7 മാർക്ക് കുറഞ്ഞാൽ തല്ലിക്കൊല്ലും, വേറെ ഒന്നും ചെയ്യില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്ത് ചെയ്യേണ്ടത്, ട്രസ്റ്റ് ബിലീവ് ചെയ്യേണ്ടത്. അവരുടെ സ്റ്റഡി മെറ്റീരിയൽ വിട്ടുള്ള ഒരു പരിപാടി നമ്മൾ ചെയ്തതാണ്. വി നീഡ് ടു ലേൺ ദ സ്റ്റഡി മെറ്റീരിയൽ. നമുക്ക് എത്രത്തോളം സ്റ്റഡി മെറ്റീരിയൽ പഠിക്കാൻ പറ്റും അത് പഠിക്കണം. ആഫ്റ്റർ നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ കവറപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മറ്റു പരിപാടിയിലേക്ക് പോകും. പല ആൾക്കാരും സ്റ്റഡി മെറ്റീരിയൽ മര്യാദക്ക് പഠിക്കൂല, എന്നിട്ട് സ്റ്റഡി മെറ്റീരിയൽ പഠിക്കാതെ എന്ത് ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ പഠിക്കും. നിങ്ങൾ ബേസ് മിസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വേറെ സ്ഥലത്ത് പോയി പഠിക്കുന്നതിൽ ലോജിക് ഇല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇതാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ നമുക്കൊരു ഇത് സാധാരണ എപ്പോഴും ചോദിക്കുന്നതാണ്, സെലക്ഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസി. ഇതൊക്കെ ഓഫ്ലൈൻ ഇതൊക്കെ എല്ലാ കൂട്ടർക്കും, ഓൺലൈനിൽ എപ്പോഴും ഞാൻ പറയാം എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. സെലക്ഷൻ ഓഫ് മേജർ ഗവേണൻസ് ഓഫ് സെലക്ഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ആർന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ട്. പ്രൂഡൻസ്, സബ്സ്റ്റൻസ് ഓഫ് ഫോം, മെറ്റീരിയാലിറ്റി. ഇതിന് നോട്ട് ചെയ്ത് കൊടുത്താൽ കിട്ടും ആ പറഞ്ഞ മാർക്കുണ്ട്. സിമ്പിൾ സാധനം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ഈ ഒരു ക്വസ്റ്റ്യന് ഇതൊന്നും അത്ര രസമുള്ള ക്വസ്റ്റൻ അല്ല കേട്ടോ. ഈ റിട്ടയർമെന്റ് പിന്നെയും കുഴപ്പമില്ല, ഇത് രസമല്ലേ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ഹെഡ് എന്ത് ചെയ്യുക, സ്കിപ്പിലേക്ക് തട്ടാം. അപ്പോൾ ഒരു ഹെഡ് സ്കിപ്പ് ഇട്ട് പിന്നെ ഈ 7B നമ്മൾ എന്തായാലും എഴുതും. കാരണം 7B നമുക്ക് അത്ര ഉണ്ട്. പിന്നെ 6 നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. 5 പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ 4 AB, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് സ്കിപ്പ് ചെയ്യുക. അപ്പം ഞാൻ 5 പാർട്ണർഷിപ്പ് എന്ത് ചെയ്യുന്നത്, സ്കിപ്പ് ഇടുകയാണ്. കാരണം നമുക്കത് കട്ട് ചെയ്യാം, 5 പാർട്ണർഷിപ്പ് കട്ട് ചെയ്യാം. ഇനി നമുക്കൊന്ന് മാർക്ക് എന്ത് ചെയ്യുക, അത് കൂട്ടി വയ്ക്കാമല്ലോ. ഇനി ഒന്ന് മാർക്ക് കൂട്ടി. ഇതാണ് ഒരു കുട്ടിക്ക് നോർമലി നല്ല പഠിച്ചൊരു കുട്ടിയാണ്, നല്ല പഠിച്ച പ്രിപ്പയർ ചെയ്ത കുട്ടി കിട്ടുന്നത് ഒരു 8 മാർക്ക് എന്ന് കിട്ടിയേക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ ഡിസ്കഷൻ വീഡിയോ, സൊല്യൂഷൻ വീഡിയോ, ബാക്കി തള്ളലൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ വരാം. 8 മാർക്ക്, 8ഉം 10ഉം, 10 മാർക്ക്, ഒരു 4 മാർക്ക്, ഒരു 7 മാർക്ക്. ഇത് ഞാൻ 7 ഇട്ടിരിക്കുന്നത് രാംരത്തൻ്റെ ക്വസ്റ്റ്യൻ അല്ല, ഇത് ഡിപ്രഷൻ 7 കിട്ടും എന്തായാലും വേണം. പിന്നെ ഇത് ഞാൻ 4 ഞാൻ ഒരു 3 പിടിക്കാം, നമുക്ക് ചവിട്ടി പിടിച്ച് നോക്കാം. ഇത് നമുക്ക് 7, രത്തൻ്റെ ക്വസ്റ്റ്യൻ 7, ഞാൻ ചവിട്ടി പിടിക്കുക ഒരു 5 പിടിക്കുക. മാക്സിമം കുറച്ചൊന്ന് കൂട്ടി വെക്കാം. പിന്നെ ഇത് നമുക്കൊരു 7 മാർക്ക്, അതിൽ നമുക്ക് മിസ്റ്റേക്ക്, നമുക്കൊരു 5 പിടിക്കാം. ചവിട്ടി പിടിക്കുക. പിന്നെ ഇത് നമുക്കൊരു 3 മാർക്ക്, അതിനും ചവിട്ടാൻ പറ്റില്ല, അങ്ങനെ പിടിക്കുക. പിന്നെ നമുക്ക് പാർട്ണർഷിപ്പ് ഞാൻ പറഞ്ഞില്ല, നമ്മൾ വേണ്ടാന്ന് പറഞ്ഞില്ലേ.
പിന്നെ നമുക്ക് ഇതൊരു എന്താ പറയുക 5 മാർക്ക് നമുക്ക് ഒരിക്കലും വിടാൻ പറ്റില്ല. അപ്പോൾ 5 മാർക്ക് നമുക്ക് എന്തായാലും വേണം. പിന്നെ ഇത് നമുക്കൊരു 7 മാർക്ക്. ഈ 7 മാർക്ക് വിടാൻ പറ്റില്ല. നമുക്ക് എന്തായാലും വേണം. പിന്നെ നമുക്ക് ഇവിടെ ഒരു 7 മാർക്ക്. ഇത് നമുക്കൊരു 7 മാർക്ക് എന്തായാലും വേണം. അപ്പോൾ ഇത് കിട്ടാൻ പോണ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64. ചവിട്ടിയിട്ട് ഒറ്റ ചവിട്ടി പിടിച്ചിട്ടാണ് ഈ ഒരു മാർക്ക് ഇടുന്നത് 64. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോയിന്റ്സിലോ എന്തെങ്കിലും കാര്യങ്ങളിലോ എന്താ പറയുക എതിരഭിപ്രായം കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമുക്ക് കമൻറ്റ് നോക്കി നോക്കാമല്ലോ എങ്ങനെയൊക്കെയാണ് പരിപാടി എന്നുള്ളത്. കാരണം നമ്മൾ പറഞ്ഞ ചിലപ്പോൾ തള്ളാവാം, നമ്മൾ പറഞ്ഞ എന്തും ആവാലോ. അതെല്ലാം നമ്മൾ പറഞ്ഞ പോലെ കാരണം അതും നിങ്ങൾ കമൻറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? കാരണം അടുത്തൊരു കുട്ടിക്ക് യൂസ്ഫുൾ ആവട്ടെ. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു അടുത്ത 2026 ഡിസംബർ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ തൂക്കും എന്ന് പറഞ്ഞാൽ തൂക്കും. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. വേറെ പ്രശ്നമില്ല. പ്രശ്നമില്ല. കാരണം എന്താ അറിയോ? ഡിസംബർ ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പേപ്പർ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡിസംബർ 2026 തൂക്കും എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ തൂക്കും. അത് എത്ര ടഫസ്റ്റ് എക്സാം ആയാലും പൊട്ടിക്കും എന്ന് പറഞ്ഞാൽ അത് പൊട്ടിക്കും. ആ ലെവൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും, പഠിക്കും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് ഞങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. പക്ഷേ കോർപ്പറേറ്റ് സെക്കൻഡ് ഗ്രൂപ്പാണ് നമുക്ക് ഡിസംബറിൽ എന്ത് ചെയ്യുക ചവിട്ടിപ്പിടുത്തം ഉണ്ടാവുക. ജൂണിൽ സെക്കൻഡ് ഗ്രൂപ്പാണ് ഭയങ്കര സിമ്പിൾ ആവുക. ജൂണിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ടഫ് ആയിരിക്കും. പക്ഷേ ഇത്തവണ എന്താണെന്ന് എനിക്കറിയില്ല. അവിടെ മേജിക് ആണോ എന്ത് തേങ്ങ നടക്കുന്നത് മനസ്സിലാക്കണില്ല. പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഭയങ്കര സിമ്പിളായി. ഞാൻ എൻ്റെ ക്ലാസ് വാങ്ങി ഓരോ കുട്ടിയോട് വാങ്ങിയ ഡേറ്റ് മുതൽ ലാസ്റ്റ് ഡേറ്റ് ഗ്രൂപ്പിൽ പോയിട്ട് എന്താ പറയാന്നറിയോ? ഇത്തവണ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ടഫാണ്. ഇത്തവണ ഫിനാൻഷ്യൽ അക്കൗണ്ട് ടഫാണ്. ഞാൻ ഓഫ്ലൈനിൽ പഠിപ്പിച്ച എല്ലാവരോടും ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്തവണ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ടഫാണ്. അതിന് മാത്രം പ്രിപ്പയർ ചെയ്ത് നമുക്ക് എന്തെങ്കിലും കുറച്ച് മാർക്ക് കിട്ടുക കിട്ടില്ല. കാരണം ജൂൺ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. എന്നാൽ ഞാൻ പറയുന്നു കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഈ ജൂൺ എക്സാം കഴിഞ്ഞിട്ട് 100 കുട്ടികളുടെ എക്സംഷൻ വെക്കുന്ന ഒരു സ്ക്രീൻഷോട്ടുള്ള ഒരു റീല് 100 കൂടെ അതിൻ്റെ ആഗ്രഹമായിരുന്നു. ഇപ്പോഴും ഞാൻ പറഞ്ഞു ആഗ്രഹം. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടു സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പിള്ളേരും കുഴപ്പമില്ല. ഇതിന് 100 കൂടെ എക്സംഷൻ കൊടുക്കുന്ന പേപ്പർ പടച്ചോനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ ഇപ്രാവശ്യം തൂക്കിയിട്ടുണ്ട്. ഇനി മൊത്തം പേപ്പർ നോക്കിയിട്ടാണ് ഗ്രൂപ്പ് 1 റിസൾട്ട് വരിക. ഗ്രൂപ്പ് 1 റിസൾട്ട് എന്തായാലും ഇപ്പോൾ എത്ര സിമ്പിൾ ആണെങ്കിലും ഗ്രൂപ്പ് 1 റിസൾട്ട് കുറച്ച് കുറവായിരിക്കും. ജൂൺ ഗ്രൂപ്പ് 1 കുറവായിരിക്കും. ഗ്രൂപ്പ് 2 പെടായിരിക്കും. പക്ഷേ ഡിസംബർ ഗ്രൂപ്പ് 1 വേറെ ലെവലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ഞങ്ങളുടെ ടീമിൻ്റെ കൂടെ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക. സോ DM ചെയ്യുക. സോ താങ്ക് യു ഫോർ ചൂസിങ് വാച്ചിങ് HBRC.